മതപ്രീണനവും പ്രാദേശിക വിഘടനവാദവും കുത്തിനിറച്ച പ്രസ്താവനയുമായി RJD നേതാവ് തേജസ്വി യാദവ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. ബീഹാറിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ സീമാഞ്ചൽ എന്ന സ്ഥലത്ത് പ്രത്യേക ഭരണ സംവിധാനം കൊണ്ടുവരുമെന്നാണ് തേജസ്വി പറയുന്നത്. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ജയിലിൽ കഴിയുന്ന തന്റെ പിതാവ് ലാലു പ്രസാദ് യാദവിന്റെ അഭാവത്തിൽ പാർട്ടിയെ നയിക്കുന്നത് തേജസ്വി യാദവാണ്. ഒരു വർഷത്തിനകം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മതപ്രീണന പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ വിഘടിപ്പിക്കാനും പ്രാദേശിക സ്വഭാവമുള്ള പ്രത്യേക ഭരണ സംവിധാനങ്ങൾ പ്രയോഗിക്കാനുമുള്ള രാഷ്ട്രീയ തന്ത്രം അത്യന്തം അപകടകരമാണ്. താൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇത്തരം ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് സമർപ്പിച്ചിരുന്നു എന്നും എന്നാൽ ഇത്തരം പ്രാദേശികമായ പ്രീണനങ്ങൾ കൂടുതൽ അവകാശവാദങ്ങളിലേക്ക് വഴിതെളിയിക്കും എന്നതിനാൽ അദ്ദേഹം അത് അനുവദിച്ചില്ല എന്നും തേജസ്വി അറിയിച്ചു. താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്കായി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം പ്രഖ്യാപനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുനിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.